ഹായ്, വെൽക്കം ടു ദ ആൻസൺസ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കുതിരകളെ പറ്റി പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യുകയാണ്. അത് നേരത്തെ വീഡിയോസിൽ കമൻറ്റുകൾ വന്നതാണ്, പക്ഷേ ഞാനത് ശ്രദ്ധിക്കാതെ പോയി. പക്ഷേ ആ ശ്രദ്ധിക്കാതെ പോയ കമൻറ്റുകൾ നമ്മുടെ സബ്സ്ക്രൈബർ വീണ്ടും മെസ്സേജ് ഇട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള റിപ്ലൈ എന്ന വണ്ണമാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൽ എത്തിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, 6 മാസമായിട്ടുള്ള കുട്ടിക്കുതിരകൾക്ക് മുതൽ ലഞ്ചിങ് ചെയ്യാമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. ലഞ്ചിങ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. കുട്ടികളെ നമ്മൾ മിരട്ടലിൽ സാവധാനം ഫ്രീ ആയിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ തന്നെ നിന്ന് ചെയ്യുക. ആദ്യമേ നമ്മൾ ലോങ് റോപ്പ് യൂസ് ചെയ്യാതെ ഷോർട്ടായിട്ട് പിടിച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തെങ്ങിലോ അല്ലെങ്കിൽ ഒരു കുറ്റിയിലെങ്ങാണോ കെട്ടിയിട്ട് വേണമെങ്കിലും ചെയ്യാം. കാര്യം ലഞ്ചിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഫോഴ്സ് കാരണം നമ്മുടെ ഷോൾഡർ മിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതെ നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കി തന്നെ ലഞ്ചിങ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കാര്യം അവർ ലഞ്ചിങ്ങിൻ്റെ ആ ഒരു പ്രാക്ടീസ് കിട്ടുന്നത് വരെ അവർ നമ്മളെ വെട്ടിച്ചായിരിക്കും ഓടുക. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ അതേപോലെ മൊഗേറ അല്ലെങ്കിൽ ഹാൾട്ടർ യൂസ് ചെയ്ത് ഹാൾട്ടറിൻ്റെ മാക്സിമം ടിപ്പിലേക്ക് തന്നെ റോപ്പ് നമ്മൾ ലഞ്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ലീഡ് പിടിച്ചതിന് ശേഷം അവിടെ മാക്സിമം ടിപ്പിലേക്ക് തന്നെ അത് ക്ലിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ ടിപ്പിൽ കൂടെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്ന ലീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ കൺട്രോൾ നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോവും. നമുക്ക് ഒരുപക്ഷെ പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതേപോലെ പല്ല് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ബിറ്റ് വേണമെങ്കിൽ സേഫ്റ്റിക്ക് യൂസ് ചെയ്യാം. റബ്ബർ ബിറ്റ് എന്തെങ്കിലും ഒരു ബിറ്റ് വായിൽ വേണമല്ലോ, അതിന് വേണ്ടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ ബിറ്റ് വാങ്ങിച്ച് അത് യൂസ് ചെയ്യാം. ഒരു കാരണവശാലും മെറ്റൽ ബിറ്റുകൾ യൂസ് ചെയ്യൽ അവരുടെ ആദ്യമായിട്ട് അവരുടെ ടൂത്ത് ഡാമേജ് ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ റബ്ബർ ബിറ്റുകൾ യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ലഞ്ചിങ് ഒക്കെ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ വേറെ ആയിട്ട് ഹാൾട്ടർ യൂസ് ചെയ്താൽ മതി. പോണി ഹാൾട്ടർ വാങ്ങിച്ചാൽ മതി. കുട്ടി കുതിരകളാണെങ്കിൽ പോണി ഹാൾട്ടർ വാങ്ങിച്ചാൽ മതി. അത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ അവരെ കെട്ടി നിർത്തി ശീലിപ്പിക്കുക ഇങ്ങനെയുള്ള ചടങ്ങുകളാണ് ആദ്യത്തെ കാര്യങ്ങൾ. പിന്നെ അതേപോലെ ലീഡിൽ യൂസ് ചെയ്ത് നമ്മൾ വാക്ക് ചെയ്യാൻ പഠിപ്പിക്കുക, നടക്കാൻ പഠിപ്പിക്കുക. അതിനൊക്കെ ശേഷം മതി ഈ ലഞ്ചിങ് ഒക്കെ ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫെൻസ്ഡ് ഏരിയയിൽ നാച്ചുറലായിട്ട് അയച്ചു വിട്ടിരുന്നാൽ മതി. അവർ സ്വയം ബോഡി വർക്കൗട്ട് ചെയ്തോളും. അവരുടെ കൈയും കാലമൊക്കെ നൂരാനൊക്കെ അതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അത് മുമ്പിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ലീഡിൽ നടക്കാൻ പഠിപ്പിക്കുക. അതേപോലെ ലീഡിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് കെട്ടി നിർത്തി ഒരു ലീഡ് എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് ആദ്യമേ മനസ്സിലാക്കണം. അതിനൊക്കെ ശേഷം മതി നമ്മൾ ലഞ്ചിങ്ങൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ വേറൊരു വ്യൂവറുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കുതിരകൾക്ക് ഒന്നിൽ കൂടുതൽ കുതിരകളെ കീപ്പ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ ഒരു മെയിൽ കുതിരയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഫീമെയിൽ കുതിരയൊക്കെ നിർത്തുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഉള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിവതും മെയിലുകളെയും ഫീമെയിലും ഒന്നിൽ കൂടുതൽ കുതിരകൾ നിർത്തുന്നതിന് അങ്ങ് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ കൊണ്ടുവരുമ്പം ഇൻട്രൊഡക്ഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം. പ്രീവിയസ് ആയിട്ട് നിൽക്കുന്ന കുതിര ഒന്നുകിൽ പുതുതായിട്ട് വന്നതിനെ അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ കൈയും കാലും കെട്ടി നിർത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു കുതിര അതിൽ ആരാണ് ഡീസൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അയാളെ നമ്മൾ കയ്യിൽ പിടിക്കുക. വഴക്കാളിയെ നമ്മൾ കെട്ടി നിർത്തുക. കൈയും കാലും കെട്ടി നിർത്തിയതിന് ശേഷം പതുക്കെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത് നിർത്താൻ പാടുള്ളൂ. ഇൻട്രൊഡക്ഷനാണ് മെയിനായിട്ട് വേണ്ടുന്നത്. ചിലപ്പം ആദ്യമേ വന്നതായിരിക്കാം വഴക്കുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് വന്നതായിരിക്കും വഴക്കാളി. ഇതിൽ ആരാണ് വഴക്കാളി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് ഇവരെ തമ്മിൽ പരസ്പരം ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒരു സ്റ്റേബിളിൽ നിർത്തുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കേജസ് ആയിരിക്കണം. ഇൻഡിവിജ്വൽ കേജസ് എന്ന് വെച്ചാൽ പലരും ചീപ്പ് ആൻഡ് ബെസ്റ്റ് സ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞ് GI പൈപ്പ് വെച്ച് ഫ്രെയിം പണിഞ്ഞ് ഉള്ള സ്റ്റേബിളുകൾ ആണ് നമ്മുടെ കേരളത്തിൽ പലയിടത്തും കണ്ടിട്ടുള്ള സ്റ്റേബിൾ. അതല്ല യഥാർത്ഥ സ്റ്റേബിൾ. ഹാഫ് ഒരു 5 ഫീറ്റ് എങ്കിലും വാള് കോൺക്രീറ്റ് കട്ട വെച്ച് സിമെൻറ്റ് ബ്രിക്സ് ഒക്കെ വെച്ചുള്ള വാള് പണിഞ്ഞിട്ടുള്ള സ്റ്റേബിളുകളാണ് എപ്പോഴും ഹോഴ്സിന് സേഫ്.
അല്ലാതെ GI പൈപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക നിശ്ചിത ഹൈറ്റിൽ 2 അടി ഗ്യാപ്പിൽ ഒരു 3 പൈപ്പ് മാത്രം ഇട്ടിട്ടുള്ള സ്റ്റേബിൾ അല്ല സേഫായിട്ടുള്ള കാര്യം. അപ്പുറം ഇപ്പുറം അടുത്ത കുതിരകൾ വരുവാണെങ്കിൽ ഇവർ കിക്ക് ചെയ്യും. ഈ കിക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ പിൻകാലുകൾ ചിലപ്പം ഈ പൈപ്പുകളുടെ ഇടയ്ക്ക് വീണ് കാലുകൾ ഒടിയാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഒഴിവാക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ചിലർ നെറ്റ് അടിക്കും. ഈ GI പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് കാല് വിടാതിരിക്കാൻ വേണ്ടി നെറ്റ് അടിക്കും. പക്ഷെ അതും അത്രയ്ക്ക് നല്ല സേഫൊന്നുമല്ല. ഷൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഹോഴ്സിന് ഷൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഷൂസ് ബാക്കിലേക്ക് ഇറങ്ങി വല്ലതും കിടപ്പുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഹൂഫ് പറയാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ പാടൊന്നുമില്ല, നമ്മൾ അടുത്തടുത്ത് ഏതെങ്കിലും 2 മരങ്ങളിൽ കൊണ്ട് നിർത്തി അവരെ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്തി അവർക്ക് രണ്ടുപേർക്കും പരസ്പരം സെൻറ്റൊക്കെ ഒന്ന് കിട്ടി അവർ തമ്മിൽ അടിയില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചിട്ട് മാത്രം പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ഇൻട്രൊഡക്ഷൻ സമയത്ത് കഴിവതും നമ്മൾ ബിറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഹാൾട്ടർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം 2 വരെ വായിൽ മുഖത്ത് ഹാൾട്ടർ ഇട്ടിരിക്കണം. അല്ലാതെ ബെയറായിട്ട് കൊണ്ടുവന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കല്. നമുക്ക് ഡാമേജ് വരാം. ഒരു പക്ഷേ കുതിരയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കും കിക്ക് കിട്ടിയെന്ന് വരും. അപ്പോൾ അത് എല്ലാം ശ്രദ്ധിച്ച് നിൽക്കുക. ഒന്നിൽ കൂടുതൽ കുതിരകളെ കീപ്പ് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ അതൊരു കാര്യം ശ്രദ്ധിക്കണം. കാര്യം അവർ കൂട്ടുകുതിരകൾ വരുമ്പം ഉള്ള അവരുടെ ബിഹേവിയൻസ് വേറെ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരുടെ ബിഹേവിയൻസ് വേറെ. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ അവരുടെ അടുത്ത് ചെന്ന് കയറാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സേഫ്റ്റി, അവരുടെ സേഫ്റ്റി, ഇത് രണ്ടും ആലോചിച്ച് തന്നെ നമ്മൾ എപ്പോഴും ബിഹേവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക. നമുക്ക് നിങ്ങളുടെയൊക്കെ ഇങ്ങനത്തെയുള്ള കമൻറ്റുകളാണ് എൻ്റെയും ഒരു ഗ്രോത്തിന് കാരണം. നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം അത് തന്നെയാണ്. സോ ദാറ്റ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടുകളും നമുക്ക് ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.